യു ആർ വാച്ചിങ് ബ്ലിസ് ഓൺലി. നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ തിങ്സിനും ഓരോ കഥകൾ പറയാനുണ്ടാവും അല്ലേ? അതിപ്പോൾ ഡ്രസ്സ്, ചപ്പല്, വാച്ച്, ഓർണമെന്റ്സ് എന്തും ആയിക്കോട്ടെ, നമ്മളത് വാങ്ങാൻ പോകുന്നതിനോ വാങ്ങിയപ്പോഴൊക്കെ ഉണ്ടായ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടാവും. ഞാൻ ദേ ഈ ഇട്ടിരിക്കുന്ന ടോപ്പിനും ഒരു കഥ പറയാനുണ്ട്. ഇന്നലെ എനിക്ക് എൻ്റെ ഫസ്റ്റ് എവർ സ്ലീവ്ലെസ് ടോപ്പ് തയ്ച്ച് കിട്ടി. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്ലീവ്ലെസ് ടോപ്പ് തയ്പ്പിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടി. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും ഓരോ സ്റ്റോറി ഇല്ലേ? അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വെച്ചു. സ്ലീവ്ലെസ് ടോപ്പിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം. ആക്ച്വലി ഈ ഡ്രസ്സ് എൻ്റെ സിസ്റ്ററിൻ്റെയാണ്. ഇത് അവളെ യൂസ് ചെയ്യാണ്ട് ഒരുപാട് നാൾ അവളുടെ അലമാരക്കകത്തിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ ചേച്ചി ഞാനിത് യൂസ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ നീ എടുത്തോന്നും പറഞ്ഞ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ സ്ലിറ്റ് കുറച്ചുകൂടി താഴേക്കായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി ടമ്മിയൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കും, ഭയങ്കര കുടവയറായിരുന്നു. അപ്പോൾ ഞാനിത് കൊണ്ട് ഓൾട്ടർ ചെയ്യാൻ കൊടുത്തു. ഇതിൻ്റെ സ്ലിറ്റ് കുറച്ച് മേലോട്ടാക്കി ലേശം ഒന്ന് ഷേപ്പ് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഡ്രസ്സ് ആ തയ്യക്കടയിൽ ഇരുന്നത് ഒരു വർഷമാണ്. ഒരു വർഷം കഴിഞ്ഞാണ് എനിക്ക് ഈ ഡ്രസ്സ് ഓൾട്ടർ ചെയ്ത് കിട്ടിയത്. ഞാൻ ഈ ഡ്രസ്സ് ഇട്ട ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ടപ്പോൾ അവള് ചോദിക്കുക, ഈ ഡ്രസ്സ് എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ എന്ന്. എനിക്ക് ഈ ഡ്രസ്സ് എടുത്തോളം തന്ന കാര്യം അവൾ മറന്നുപോയി. ഇപ്പം ഈ ഡ്രസ്സ് എടുത്തിട്ട് അവൾക്ക് ഇതിലോട്ടൊരു ശേഷം ചായ്വ്. അങ്ങനെ കുറേ വർഷങ്ങൾ പുറംലോകം കാണാണ്ടിരുന്ന് അവസാനം പുറംലോകം കണ്ട ഒരു ടോപ്പാണ് ഇത്. ഇതാണ് ഈ ടോപ്പിന്റെ കുട്ടി സ്റ്റോറി. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.